ഭക്ഷണം കഴിക്കില്ല, ഉറങ്ങില്ല, കുട്ടികളുടെ കാര്യം നോക്കില്ല. വീട് എന്ന് പറയുന്നത് ഒരു മരണ വീട് പോലെ. ഈ രണ്ട് കുഞ്ഞുങ്ങള് കലങ്ങും കലങ്ങും ഇരുന്ന് കരയുന്നൊരു മൊമെന്റാണ് ലാസ്റ്റ് കണ്ണടയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത്. ഈ വിദ്വാന് എന്നെ അങ്ങ് കെട്ടിവിട്ടു. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കേട്ടൊരു വാക്കായിരിക്കും, അറിഞ്ഞുകൊണ്ടൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല ഈശ്വര, പിന്നെ എനിക്കെന്താ ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന്. എന്നാലോ യഥാർത്ഥത്തിലോ നമ്മളെ ഒരു ഉറുമ്പ് കടിച്ചു നോക്കണം, നമ്മൾ അതിന്റെ അന്ത്യകൂദാശ പാടി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ ഉറുമ്പിനെ നമ്മൾ വിടാറുള്ളൂ. ഇതല്ലേ സത്യാവസ്ഥ? പക്ഷെ നമ്മൾ പറയുന്നതും സത്യാവസ്ഥയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേപോലെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ പേര് വരുന്നത് ജസ്ന സലീം. ഞാൻ സ്ഥലം കോഴിക്കോട് കൊയിലാണ്ടിയാണ്. ഇതിനു മുമ്പേ ഒരു മാസങ്ങൾക്ക് മുമ്പ് ലോകം ഒന്നായിട്ട് അറിയപ്പെട്ടത് കൃഷ്ണനെ വരയ്ക്കുന്ന മുസ്ലിം കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു. ചിത്രവര അറിയാതെ ലോകത്ത് ചിത്രകാരിയായ ഒരേ ഒരു മനുഷ്യൻ ജസ്ന സലീം മാത്രമാണ്. അതെങ്ങനെയെന്നല്ലേ? കുട്ടിക്കാലം തൊട്ട് വീട്ടിൽ കണ്ണാന്ന് വിളിക്കുകയായിരുന്നു. ഏറ്റവും വെറുത്തൊരു പേര് കണ്ണനായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ കണ്ണനോടൊരു ഇഷ്ടം തോന്നി, കണ്ണനെ ആദ്യമായിട്ട് കണ്ടപ്പോ. അങ്ങനെ ഇരിക്കെയാണ് 2013-14 കാലഘട്ടങ്ങളിൽ ചുമ്മാ ഒരു തമാശക്ക് ഒരു കണ്ണനെയായിട്ട് വരച്ചു. അത് സ്വന്തം വീട്ടിൽ വെക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ട് സുഹൃത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. പക്ഷെ ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെ വഴിമാറ്റിയ ഒരു സംഭവമായിരുന്നു. ആ ഗിഫ്റ്റ് വീട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് ഓർഡർ തരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 1 വർഷത്തോളം ഈ കണ്ണനെ ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കൽ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അതിൽ നിന്നൊരു വരുമാനം മേടിച്ചു തുടങ്ങി. അങ്ങനെയാണ് കൃഷ്ണവരയിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടി തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെ 2017 കാലഘട്ടങ്ങളിൽ എൻ്റെ മോനെ മദ്രസയിൽ 1ാം ക്ലാസ് കൊണ്ടുവച്ചാക്കി. അവിടെ പുതിയൊരു ഉസ്താദും വന്നു. ഇദ്ദേഹം എൻ്റെ കുട്ടിയാണ് മദ്രസയിൽ പഠിക്കാൻ വരുന്നത് എന്നറിഞ്ഞതിന് ശേഷം മകനെ വല്ലാതെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങി. എന്തിനും ഏതിനും കുട്ടിക്ക് ഓരോരോ കുഴപ്പങ്ങൾ. ഒരു ദിവസം പഠിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പിറ്റേത്തെ ദിവസം ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന്, പിറ്റേത്തെ ദിവസമോ നേരം വൈകി ചെന്നു. എന്നാലോ മകൻ ഇങ്ങനെയൊന്നും പോകുന്നുമില്ല. അവൻ പഠിച്ചിട്ട് ചെന്നാലും പറയും പഠിച്ചിട്ടില്ല എന്ന്, ഹോംവർക്ക് ചെയ്ത് ചെന്നാലും പറയും തെറ്റാണ്, നേരത്തെ ചെന്നാലും പറയും നേരം വൈകി എന്ന് പറയും. ഈ കുഞ്ഞു കുട്ടിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് സംഭവം എന്നുള്ളത്. കൂട്ടത്തിൽ ഇവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും, ഉമ്മാനോട് വരാൻ പറയും, എന്നാലേ ക്ലാസ് കയറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ഫസ്റ്റില് എൻ്റെ മോൻ ഇത് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. എന്തിനാ മോനെ നീ നേരം വൈകി പോകുന്നത്? നിനക്ക് കുറച്ച് നേരത്തെ പോയിക്കൂടെ? എന്നാ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ചീത്തയൊന്നും കേൾക്കൂലാലോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ മദ്രസയിൽ പോയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത് കുട്ടിയുടെ പ്രശ്നമല്ല, കുട്ടിയുടെ മാതാവിന്റെ പ്രശ്നമാണ് എന്നുള്ളത്. അദ്ദേഹത്തിന് ഞാൻ വരയ്ക്കുന്നതാണ് ബുദ്ധിമുട്ട്. ഇങ്ങനെയൊക്കെ വരയ്ക്കാവോ, ഇങ്ങനെയൊക്കെ നടക്കാവോ, സമൂഹത്തിനും കുട്ടിക്കും ഇത് മോശമല്ലേ എന്നുള്ള രീതിയിൽ ഉസ്താദ് പറയൽ തുടങ്ങി. ഞാൻ ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ ഞാനല്ല, എൻ്റെ മകനാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്, നിങ്ങൾ അവന്റെ കാര്യം നോക്കൂ, അല്ലാതെ എൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ ബാപ്പയും എൻ്റെ ഭർത്താവും ഉണ്ടെന്ന് വ്യക്തമായിട്ട് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അതൊന്നും അയാൾ ഉൾക്കൊള്ളാൻ നിന്നില്ല. എൻ്റെ കുട്ടിക്ക് ഈ പീഡനം തുടർന്നുകൊണ്ടിരുന്നു. പാവോ, ഇതിനൊന്നും അറിയില്ല. എന്തിനാ തല്ലുന്നതെന്ന് ഇതിനറിഞ്ഞൂടാ, എന്തിനാണ് ഇതിനെ വഴക്ക് പറയുന്നതെന്ന് ഇതിനറിഞ്ഞൂടാ. കുഞ്ഞു കുട്ടിയല്ലേ, ഇവന് അത് മെന്റലി വിഷയം വരല് തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഇവന് മദ്രസ സ്കൂളിൽ നിന്നുള്ളതായി ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന കാര്യം. അങ്ങനെ ഇവന് സ്കൂളിൽ പോകുന്നില്ല, മദ്രസയിൽ പോകുന്നില്ല, രാവിലെ എഴുന്നേക്കില്ല, പുസ്തകം വായിക്കില്ല, ഒരു കാര്യങ്ങളും കുട്ടി ചെയ്യാതായി. അങ്ങനെ ഈ വിഷയവും ഈ പ്രശ്നങ്ങളൊക്കെ മറ്റുള്ള കുട്ടികളുടെ മേൽ എൻ്റെ മകൻ തീർക്കാൻ തുടങ്ങി. മറ്റു കുട്ടികളോട് ഇവൻ വികൃതി കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ലാസ്റ്റ് ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഒരു കുട്ടീനെ ഉന്തി തള്ളിയിട്ട് നെറ്റി ഒന്ന് മുട്ടുന്നു. അപ്പൊ ടീച്ചർ എന്നെ വിളിപ്പിച്ച് പറഞ്ഞു, മകൻ ഇങ്ങനെ ഒരു വിഷയം കാണുന്നുണ്ട്, പഠിക്കുന്നുമില്ല, എന്താണ് വിഷയം എന്ന് അറിയുന്നില്ല, നിങ്ങൾ ഈ കുട്ടീനെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചു നോക്കുമോ എന്ന് ടീച്ചർ ചോദിച്ചു. അപ്പൊ എനിക്കും തോന്നി, എന്താണ് എൻ്റെ മോൻ എന്താ പറ്റിയെന്നുള്ള ഒരു മാതാവെന്ന നിലയിൽ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ ഇവനെയും കൂട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഞാൻ കുട്ടീനെ ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുപോയി. ആദ്യത്തെ സിറ്റിങ്ങിന് പോയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഒരിക്കലും നീ കുഞ്ഞിനെ ഡോക്ടറെ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കല്ലേ,
കുഞ്ഞു കുട്ടിയാണ്, ഭാവി ഉള്ളതാണ്, അതിൻ്റെ ഭാവി തന്നെ നശിച്ചു പോവും. അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനെ എടുത്ത് നമുക്കൊന്ന് കുട്ടീനെ കാണിച്ചു നോക്കാം, അവനോട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു മാതാവെന്ന നിലയിൽ നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കാണാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റിൽ എനിക്ക് കോൺഫറൻസ് ഇട്ടിട്ടാണ് ഈ വിദ്വാന എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ വിദ്വാനും എൻ്റെ സുഹൃത്തും കൂടിയും എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ കുട്ടീനെ കണ്ടു. ഒരു സുഹൃത്തെന്ന നിലയിലാട്ടോ വീട്ടിൽ വന്നത്. അപ്പൊ വിദ്വാൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീയുടെ ഹോർമോൺ കൂടുതലുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് സമൂഹത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതറിഞ്ഞിട്ട് എൻ്റെ വാപ്പ എന്നെ കൈ തല്ലി ഒടിച്ചിട്ടുണ്ട് എന്നുള്ള കഥകളൊക്കെ പറയൽ തുടങ്ങി. അപ്പൊ എന്നെ പോലുള്ള ഒരു വ്യക്തി, കാരണം സമൂഹത്തിൽ അന്നപ്പോഴേക്കും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ, അതേപോലെ ഒറ്റപ്പെടരുത് എന്ന് കരുതിയിട്ട് ഒരു സുഹൃത്തായിട്ട് തന്നെ ആ വിദ്വാനെ ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ഈ വിദ്വാൻ ഒരിക്കൽ എന്നെ വീട്ടിലേക്ക് വിളിച്ചു, കുട്ടിയുടെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞത് ഇത്ര മാത്രമാണ്. കുട്ടിയുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഒരിക്കലും കുട്ടിയുടെ ട്രീറ്റ്മെന്റിനെ പറ്റി സംസാരിക്കരുത്, കാരണം ആ കുഞ്ഞ് കരുതും ഞാനൊരു രോഗിയാണ് എന്നുള്ളത്, അത് കുട്ടിയുടെ ഭാവിയെ അത് ബാധിക്കുമെന്ന് പറഞ്ഞു. സത്യമാണല്ലോ പറഞ്ഞേ. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇയാളുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഈ ഒരു വഴിയിലാട്ടോ എനിക്ക് ഹണി ട്രാപ്പുകാരി എന്നുള്ള പേര് വരാനുള്ള തുടക്കം ഇടുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ വീട്ടിൽ പോയി. ഈ വിദ്വാന് എന്നെ അങ്ങ് കെട്ടിയിട്ടു. ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്തത് അവൻ അവിടെ ഇട്ട് എന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ഒരു മൊമെന്റിൽ ചത്തിട്ട് ജീവിക്കുക എന്ന് പറയില്ലേ, ഗതികേട് ഒരു സ്ത്രീക്ക് എങ്ങനെയാണോ വരുന്നത്, ആ ഒരു ഗതികേടിന്റെ അറ്റത്ത് എത്തിപ്പോയൊരു മനുഷ്യനാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ആരോട് പറയണമെന്ന് എനിക്കറിയില്ല. പതറിപ്പോയൊരു നിമിഷമാണ്. സുഹൃത്തിനോട് പറയാൻ പേടി, ഒരു സുഹൃത്ത് മുഖാന്തരം കൊണ്ടുവന്നതാണ്. സുഹൃത്ത് എന്നുള്ള വാക്കിനെ തന്നെ പേടിച്ചൊരു നിമിഷമാണ് ഞാനത്. ഭർത്താവിനോട് പറഞ്ഞൂടെ എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. എൻ്റെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലായിരുന്നു. എൻ്റെ ഭർത്താവ് ഗൾഫ് പോയതോ വീട് ജപ്തി നോട്ടീസ് വന്ന സമയത്ത്, ഒരു വഴിയും ഇല്ലാതെ എല്ലാ വഴിയും അടഞ്ഞ സമയത്താണ് ഇദ്ദേഹം ഗൾഫിലേക്ക് യാത്രയാവുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞ, ഇദ്ദേഹം നാട്ടിൽ വരുമെന്നും ഇവനെ കൊല്ലൂന്നും ഞങ്ങൾക്ക് നിൽക്കാൻ ഒരിടമില്ലാതാവുന്നു എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരോടും പറയാനില്ല. ആകെ പിന്നെ ഞാൻ വഴി കണ്ടു, ഈ വിദ്വാന്റെ ഉമ്മാനായിട്ട് കാണുക. ഈ സ്ത്രീന്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു, നിങ്ങളുടെ മകനാൽ എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായത് എനിക്ക് കുഴപ്പമില്ല എന്ന് തന്നെ ഞാൻ ആ സ്ത്രീനോട് പറഞ്ഞു. കാരണം എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, എന്നെ ഇനി മുമ്പോട്ട് ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നാണ് ഞാൻ ആ സ്ത്രീൻ്റെ അടുത്ത് പറഞ്ഞത്. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ 16-ാം വയസ്സ് തൊട്ടിട്ട് മെന്റൽ ട്രീറ്റ്മെന്റിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഇരിക്കെ ഇവന്റെ ഉപദ്രവം കൂടിക്കൂടി വന്നു. ഇവന്റെ കയ്യിൽ എൻ്റെ വീഡിയോസ് ഉണ്ട് എന്ന് പറഞ്ഞു. നീ പുറത്ത് വിട്ടോ, കാരണം അത് എനിക്ക് ഏറ്റവും നല്ല കാര്യമാണ്, നിന്നെ പുറത്ത് കൊണ്ടുവരാനുള്ള എനിക്ക് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ജസ്ന നിനക്ക് തെറ്റി, എൻ്റെ ഫേസ് കാണൂല, പക്ഷെ നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ ജസ്നാനില്ല, ലോകത്താർക്കും നമ്മുടെ ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ഇവൻ എൻ്റെ വീട്ടിൽ കയറി വരൽ തുടങ്ങി, എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കൽ തുടങ്ങി, എന്നോട് പൈസ ചോദിക്കൽ തുടങ്ങി. ഗതി കെട്ടിട്ടാണ് ഞാൻ ഇവന് നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ഞാൻ മാത്രമല്ല സുഹൃത്തുക്കളെ, പല സ്ത്രീകളുടെയും കുടുംബം ഇവൻ നശിപ്പിച്ചിട്ടുണ്ട്. 1, 2, 3 കേസല്ല ഇവന്റെ പേരിലുള്ളത്. പല കുടുംബങ്ങളും ഇവൻ കാരണം നശിച്ചു പോയിട്ടുണ്ട്. ഇവന് പൈസ ഉണ്ട്, ഇറക്കാൻ ആളുണ്ട്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മുമ്പേ പറഞ്ഞുകൂടായിരുന്നു എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ കരുതിയത് ഇവരാരും എന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നാണ്. എൻ്റെ ഭർത്താവാണെങ്കിൽ എൻ്റെ വാപ്പയാണെങ്കിൽ ഇത് മുമ്പേ പറഞ്ഞ് നിനക്കിതിന് നിയമത്തിന്റെ വഴിയിൽ മുമ്പേ പോയിട്ട് ഇവനെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൂടായിരുന്നു എന്ന് ചോദിച്ചു. ഫാമിലിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ഒരൊറ്റ സപ്പോർട്ട് കൊണ്ടാണ് തിരിച്ചൊരു ലൈഫിലേക്ക് ഞാൻ വന്നത്. കാരണം ആ ഒരു അവസ്ഥയിൽ കയറിപ്പോയൊരു വ്യക്തിക്ക് ആ ഒരു മൊമെന്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. ആ ഒരു കാര്യം എങ്ങനെയാ നമ്മൾ
പുറം ലോകത്തിനോട് പറയേണ്ടത് നമ്മൾ അതിന്ന് കരകയറിയത് എങ്ങനെയാന്ന് ഒരാളെടുത്തും വാക്കാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. നമ്മൾ അനുഭവിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ഇവന്റെ കോടതി ഇവന് വെറുതെ വിട്ടു. തെളിവുകളില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. കാരണം മൊഴി പറഞ്ഞവര്, സാക്ഷി പറഞ്ഞവര് വരെ അന്ന് മൊഴി മാറ്റി പറഞ്ഞു. ഞാൻ ആ വീട്ടിലേക്ക് കയറി പോകുന്ന കണ്ട സ്ത്രീ വരെ കണ്ടില്ല എന്ന് പറഞ്ഞു. കോടതിക്ക് തെളിവാണ് വേണ്ടത്, തെളിവില്ല എന്ന് പറഞ്ഞു. സമനില തെറ്റാതിരുന്നത് എൻ്റെ ഭാഗ്യം. കാരണം ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ ഈ ഒരു നിമിഷമാണ് മക്കളെ ഓർമ്മ വരിക. ഇതെന്നൊരു കരകയറി വന്ന വഴി തന്നെ ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിക്കില്ല, ഉറങ്ങില്ല, കുട്ടികളുടെ കാര്യം നോക്കില്ല. വീട് എന്ന് പറയുന്നത് ഒരു മരണ വീട് പോലെ, അങ്ങനത്തെ ഒരു മൂമെന്റ് ആയിരുന്നു. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം എന്ന് വെച്ചാൽ 2024 കോടതിയുടെ വിധിപ്പകർപ്പ് ഒരു ദിവസം രാവിലെ എനിക്കൊരു മെസ്സേജ്. ജസ്ന ഗ്രൂപ്പിൽ ഇന്നലെ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ വന്നു, നീ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല ഏട്ടാ, എന്താണ്? ഹണി ട്രാപ്പുകാരി ജസ്ന എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫോട്ടോയും വെച്ച് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് ഇവനെ കോടതി വെറുതെ വിട്ടതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ കൂടെ ഞാൻ പലരുടെ പേരിലും ഏകദേശം 18ഓളം ആൾക്കാരുടെ പേരിൽ ഞാൻ പീഡന കേസ് കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽ ആണ് പോകുന്ന സെക്കൻഡുകൾക്കകം ഇത് വൈറൽ അങ്ങോട്ടായി. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആരുടെ പേർക്കൊക്കെയാണെന്നറിയോ? ഒരു ഓട്ടോ ഡ്രൈവർ, ഒരു ബസ്സിലെ കിളി, ഒരു മരം വെട്ടുകാരന്. ഇതൊക്കെ എന്തുവാന്നറിയോ? നമ്മൾ സ്ത്രീകൾ സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറച്ച് വായ്നോട്ടങ്ങളും തോണ്ടലും പിടിക്കലും, ഇതിനൊക്കെ ആയിരുന്നു ഞാൻ കംപ്ലൈന്റ് കൊടുത്തത്. അതും ഇവനൊക്കെ കംപ്ലൈന്റ് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള കാര്യങ്ങൾ. അത് നോർമലി സാധാരണക്കാരായ മനുഷ്യന്മാർ കൊടുക്കുന്ന കംപ്ലൈന്റ്, അല്ലാതെ പണം തട്ടിപ്പോ. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഒരു പരാതി വന്നിട്ടെങ്കിൽ ഓക്കെ, ഇന്നേ വരെ എന്നെ കുറിച്ചൊരു സ്റ്റേഷനിൽ പരാതി ഉണ്ടെങ്കിൽ ഓക്കെ, ഇവർക്ക് പറയാം ഇവള് ഒരു ഹണി ട്രാപ്പുകാരിന്ന്. എന്നെ കുറിച്ച് ഏതെങ്കിലും ഒരാൾ പൈസ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു തെളിവുമായിട്ട് വരുന്നെങ്കിൽ പറയാം ഇവള് ഹണി ട്രാപ്പുകാരിന്ന്. ഇതൊന്നും ഇല്ലാതെ ഞാൻ കൊടുത്ത കുട്ടി കേസുകൾ ഞാൻ ഹണി ട്രാപ്പുകാരിയാക്കി. അങ്ങനെ ഇത് സോഷ്യൽ മീഡിയ ഒന്നായിട്ടായിട്ട് ഏറ്റെടുത്തു. സത്യാവസ്ഥ ഇവർ അന്വേഷിക്കാൻ പോയില്ല. ഇവർക്ക് ഇതേ തെളിവുണ്ടല്ലോ, കോടതി ഒരുത്തനെ വെറുതെ വിട്ടില്ലോ, ആ ഒരു തെളിവ് മതിയല്ലോ. ബാക്കിയൊന്നും നോക്കണ്ടേ ഇവര്? ബാക്കി എന്താ കേസ് എന്ന് ഇവര് നോക്കിയില്ല, ബാക്കി എന്താണെന്ന് ഇവര് നോക്കിയില്ല. അങ്ങനെ ഇതങ്ങ് സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റുപിടിച്ചു. ജസ്ന ഹണി ട്രാപ്പുകാരിയായി. ഒടുക്കം ഞാൻ മീഡിയന്റെ മുമ്പിൽ വന്നു തുറന്നു പറഞ്ഞു, ജസ്ന ഹണി ട്രാപ്പുകാരി ആയിട്ടല്ല, ജസ്ന ആരുടെയും പേരിൽ കള്ളക്കേസ് കൊടുത്തിട്ടുമില്ല. എൻ്റെ അനുഭവം ഞാൻ അവിടെ തുറന്നു പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എല്ലാ വഴികളും അടഞ്ഞു. വഴികൾ അടഞ്ഞപ്പോൾ ഞാനായിട്ട് ഒരു വഴി തുറന്നു. എന്താന്നല്ലേ, നമുക്ക് നമ്മുടെ നിയമത്തിന്, നമ്മുടെ നീതിപീഠത്തിന് ഒരു വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് ജീവിച്ചിരിക്കുമ്പം കിട്ടാത്ത നീതി നമ്മളിൽ ഈ ലോകത്തില്ലെങ്കിൽ നേടിത്തരാൻ എത്ര മനുഷ്യന്മാരുണ്ടാവുക എന്നറിയോ? അപ്പൊ ഞാൻ കരുതി ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ പോലും ഇതിന്റെ സത്യം വെളിച്ചത്ത് വരണം. കാരണം എനിക്ക് 2 മക്കളുണ്ട്. നാളെ അവരടുത്ത് ചോദിക്കരുത് എൻ്റെ അമ്മ പണ്ട് ഹണി ട്രാപ്പുകാരി അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് കരുതിയത് കൊണ്ട് ഞാൻ സ്വയം തീരുമാനിച്ചു, സ്വയം അങ്ങ് അടങ്ങിയേക്കാം അല്ലേ ഒതുങ്ങിയേക്കാം എന്ന്. അങ്ങനെ ഞാൻ സ്വയം എൻ്റെ മരണത്തെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം ജീവിതത്തിൽ വല്ലാത്തൊരു മൊമെന്റാ മക്കളെ. ഈ ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നത് നമ്മൾ മരണത്തെ മുമ്പിൽ മാത്രം, മരണം മാത്രമേ നമ്മുടെ മുമ്പിലുണ്ടാവും. വേറെ ഒന്നും നമുക്ക് ചുറ്റിലുള്ളത് മനസ്സിലാക്കാൻ പറ്റൂല. എന്ത് മെഡിസിനാണ് ഞാൻ കുടിച്ചതെന്ന് പറയുന്നില്ല, പക്ഷെ 30 എണ്ണം, മൊത്തം 50 എണ്ണം മേടിച്ചിനും 30 എണ്ണം ആയപ്പോഴേക്കും മോൻ പിടിച്ചാഞ്ഞ്. അതിൽ 20 എണ്ണം ഗുളിക ഉറക്കിന്റെ കണ്ടന്റോടെയുള്ള ഒരു ഗുളികയായിരുന്നു. ലാസ്റ്റ് കണ്ണടയുന്ന സമയത്തുണ്ടല്ലോ, ഈ 2 കുഞ്ഞുങ്ങള് തലങ്ങും ഇരുന്ന് കരയുന്നൊരു മൊമെന്റാണ് ലാസ്റ്റ് കണ്ണടയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറയാ, ഞാൻ പോവുക മക്കളെ, കാരണം ജീവൻ കൊടുത്തിട്ടാണ് ഒരു സത്യത്തെ ഞാൻ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പക്ഷെ എൻ്റെ മോന് ദൈവദൂതനെ പോലെ എന്ന് പറഞ്ഞ് അനിയനെ വിളിച്ചു വരുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ച് എനിക്ക് ബോധം വരുന്നത് മൂക്കിൽ പമ്പിടുന്ന സമയത്താണ്. പമ്പിട്ടവർക്കറിയാൻ നല്ല സുഖമാണ്. ആ ഒരു പമ്പിടുന്ന സമയത്തും
നേരെ മുമ്പിൽ മോന്റെ കരച്ചിലാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു പുനർജന്മം തന്നെ പറയാം. രണ്ടാമതൊരു ജന്മത്തിലേക്ക് വന്നു. പക്ഷെ അതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ജസ്ന ആത്മഹത്യ നാടകം നടത്തി എന്ന് പറഞ്ഞിട്ട് ഇത്രത്തോളം ചങ്ക് പറിച്ച് നമ്മൾ മുമ്പ് കാണിച്ചിട്ടും മക്കളെ, മരിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു ഒറ്റ കഥയെ പറയാനുണ്ടാവുള്ളൂ. ആ ഒരു കഥ കേട്ട് വിശ്വസിക്കാൻ ഒരാളെങ്കിലും മുമ്പോട്ട് വന്ന ഇന്ന് ഈ ലോകത്തുള്ള പല ആത്മഹത്യകളും ഒഴിവാക്കാമായിരുന്നു. ആത്മഹത്യക്ക് തൊട്ടു മുമ്പ് ഇവർ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല. സഹിക്കി, ക്ഷമിക്കി ഇത് മാത്രമേ പറയുള്ളൂ. എനിക്ക് അനേകം മെസ്സേജ് വരും, കണ്ണനാ നിന്റെ കൂടെ ഉള്ളത്, കളിപ്പിക്കും, കൈവടിയൂലെന്ന്. ഞാൻ ചോദിക്കും, ഇത്രത്തോളം കളിപ്പിച്ചിട്ട് കൈവടിയാതെ നിന്നിട്ട് എന്ത് കാര്യം? അങ്ങനെ ഇരിക്കെ പുനർജന്മത്തിലേക്ക് റിക്കവറായിട്ട് വന്നു. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ട് സത്യാവസ്ഥ പുറം ലോകം അറിയണമെന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ടിറങ്ങി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു നിമിഷം യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങൾ മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടേ, നമുക്ക് മനസ്സിലാവും നമ്മുടെ ചുറ്റിലുള്ള ആളുകളൊക്കെ വെറും ഈ മയക്കൂണുകളാണ്. പെട്ടെന്ന് പൊന്തി പെട്ടെന്ന് താന്നു പോകുന്നൊരു സംഭവങ്ങളാണ്. ആരും നമുക്കുണ്ടാവില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ലോകത്തുള്ള ഒരു മനുഷ്യനുണ്ട് എന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. ഉണ്ടാവും. നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ കുഞ്ഞുങ്ങള്, അല്ലെ നമ്മുടെ ഭർത്താവ്. അതിലേക്ക് അധികം നമ്മള് എന്തോ ആണെന്ന് വിചാരിച്ച് നമ്മളെ പുകഴ്ത്തി വെക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് ഘട്ടം വന്നു നോക്കട്ടെ, ഒരാളും നമ്മളുടെ കൂടെ ഉണ്ടാവൂല എന്നുള്ളത്. ഞാൻ ഈ ഒരു ആത്മഹത്യാ ശ്രമം നടത്തി, അതിൽ ഫെയിലായി രണ്ടാമതൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം അതാ. എനിക്ക് ഞാനേ ഉള്ളൂ. എൻ്റെ വിഷമങ്ങളും എൻ്റെ സങ്കടങ്ങളും എൻ്റേത് മാത്രമാണ്. അത് മറ്റൊരാളുടേതാണ്. മറ്റൊരാളും നമ്മളെ സഹായിക്കാൻ വരുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെയാണ്, നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മളെയാണ്. ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ തന്നെ ഡിസ്ചാർജ് പറഞ്ഞിട്ട് പോകുന്നതാണ്. കാരണം ICUവിൻ്റെ അകത്തായിരുന്നു 2 ദിവസം. നമ്മൾ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ICUവിൻ്റെ അകത്തേക്ക് ഫാമിലിനെ ആരും കയറ്റി വിടൂല, സിസ്റ്റർമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. വല്ലാത്തൊരു KGF സിനിമ തന്നെ. പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല. എൻ്റെ നിർബന്ധ പ്രകാരം അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ചു പോന്നു. അത് ചെറിയൊരു അബദ്ധമായി തോന്നുന്നു എന്ന് ഇപ്പം എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അതിൻ്റെ സൈഡ് എഫക്റ്റ് എനിക്ക് ഇപ്പം മിനിയാന്ന് പോലും ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ച് ഒരു ജീവിതത്തിലേക്ക് മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും തിരിച്ച് വരുന്നേ ഉള്ളൂ. കാരണം മെന്റലി വല്ലാതെ ഡൗൺ ആയിപ്പോയി. നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അതിന് നമുക്കൊരു നീതി കിട്ടാതെ അതിൻ്റെ പേരിൽ തന്നെ നമ്മളെല്ലാവരും കൂടി കുരിശ് തറയ്ക്കുമുണ്ടാകുന്ന ഒരു വിഷമുണ്ടല്ലോ, അതെങ്ങനെ നോക്കിയിട്ട് മാറുന്നില്ല. അവിടുന്ന് ഒരു രണ്ടാമതൊരു ജീവിതത്തിലേക്ക് വരാൻ ശരിക്കും ഞാൻ പാടുപെടുക ചെയ്യുന്നത്. മെന്റലി ഫിസിക്കലിയും ഭയങ്കര ഡൗൺ ആണ്. അതിന്ന് റിക്കവറായിട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. ഞാൻ ചിത്രവര രംഗത്തേക്ക് തന്നെ തിരിച്ചെന്തായാലും എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഇത്രയൊക്കെ മെന്റൽ പ്രശ്നം ഉണ്ടെങ്കിലും ഇത്രയൊക്കെ ഹെൽത്ത് പ്രശ്നം ഉണ്ടെങ്കിലും വര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് കൈവടിയാൻ പറ്റൂല. ലോകം ഒന്നായിട്ട് ഒരു 9ാം ക്ലാസ്സുകാരിയെ എന്തിന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ ഫോട്ടോ കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തിച്ചത് നമ്മുടെ ഈ കണ്ണനാണ്. ഈ ഹണി ട്രാപ്പുകാരി എന്ന മുദ്ര കുത്തുമ്പം പോലും സമൂഹം ചിന്തിക്കാത്ത ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു തരാം. ഞാൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഫോട്ടോ കൊടുത്തൊരു വ്യക്തിയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഇമേജ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ SPGക്കാര് നരേന്ദ്രമോദിജിന്റെ നേലിന്റെ അടുത്തേക്ക് പോലും എത്താൻ പറ്റൂല. അത് സുരേഷ് ഗോപി എന്നല്ല, ആര് റെക്കമെൻഡ് ചെയ്താലും നമ്മളെക്കുറിച്ച് A to Z അന്വേഷിച്ചതിന് ശേഷം മാത്രമേ SPGക്കാർ അവരുടെ അടുത്തേക്ക് അന്വേഷിക്കുള്ളൂ. നമ്മളെ അതാത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നമ്മുടെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടോയെന്ന് സഹിതം അന്വേഷിച്ചിട്ടേ നമുക്ക് അങ്ങനെയുള്ള ഒരു പാസ് തരുള്ളൂ. അപ്പം ഈ ഒരു ചിത്രവര ഞാൻ ഒരിക്കലും കൈവെടിയാൻ പോകുന്നില്ല. കാരണം ഓർഡർ ഉള്ളിടത്തോളം കാലം ഞാൻ ചിത്രം വരയ്ക്കും. പിന്നെ നിങ്ങളൊക്കെ പറയും പോലെ ജസ്നക്ക് ഒരു ചിത്രം മാത്രമല്ല വരയ്ക്കാൻ അറിയാവുക. ഞാൻ ഒരു ചിത്രത്തിന്റെ മുകളിൽ തന്നെ ഒതുങ്ങിയത്. അത് എൻ്റെ സിഗ്നേച്ചർ ഐറ്റം ആക്കാൻ വർഷങ്ങൾ ഞാൻ അതിൻ്റെ പുറകെ നടന്ന് പല സെലിബ്രിറ്റീസിനും കൊടുത്ത്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ കൊടുത്തു. ജസ്നനെ കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാർ ജസ്നയുടെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ വർഷങ്ങളെ കഷ്ടപ്പാടെടുത്തു. അപ്പൊ അതിന് സമൂഹം തിരിച്ചു തന്നു എനിക്ക് ഒരു ഫോട്ടോയെ വരയ്ക്കാൻ അറിയുള്ളൂ എന്ന്.
ഞാൻ ഒരു ഫോട്ടോ അല്ല, ഞാൻ വര തുടങ്ങിയത് വെണ്ണക്കണ്ണനിലല്ല, പക്ഷെ ഇനി അങ്ങോട്ട് ഞാൻ വെണ്ണക്കണ്ണൻ വരച്ച് തന്നെ. രണ്ടാമത് ഇതിനെക്കാട്ടിലും ഉഷാറോടുകൂടെ ഞാൻ തിരിച്ചു വരും. കാരണം സത്യത്തെ ഒരു മനുഷ്യനും മൂടി വെക്കാൻ പറ്റൂല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സത്യം അത് എങ്ങനെയെങ്കിലും പുറത്ത് വരും. പുറത്ത് ഏത് മറ നീക്കിയിട്ടാണെങ്കിലും. ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, ഈ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു ഫ്ലോറാണ്. അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം നമ്മളെ കേൾക്കാൻ, നമ്മളെ വിശ്വസിച്ച് നമ്മളെ കേൾക്കാൻ ഒരാൾ മതി ജീവിതത്തിൽ. നമുക്ക് തിരിച്ച് റിക്കവർ ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പറ്റൂ. സമൂഹത്തിനോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളിൽ മാത്രം വിശ്വസിച്ച്, നിങ്ങളെ മാത്രം സ്നേഹിച്ച്, നിങ്ങളെ ഉള്ളൂ എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി വരുന്ന സമയത്ത് എന്നെപ്പോലെ ഒരു ആത്മഹത്യാ ശ്രമം നിങ്ങൾക്ക് നടത്തേണ്ടി വരൂല. കാരണം നമുക്ക് ചുറ്റിലുള്ള ആൾക്കാരൊന്നും നമുക്കുണ്ടാവൂല എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കഷ്ടകാല സമയം വന്നാൽ മതി. ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ, നമ്മുടെ കുടുംബമേ ഉണ്ടാവുള്ളൂ. അത് എപ്പോഴും ഓർത്തിരിക്കും. ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ജോഷ് ടോക്സ്. പറഞ്ഞു വരുന്നത് ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും. കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ. ലിങ്ക് ഇസ് ഇൻ ദ കമന്റ് ബോക്സ്.